നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡാണ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവും, പിന്നെ സെക്കൻഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവും. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവും ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവും. മനസ്സിലായോ? അപ്പോൾ എന്താണ് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിമാൻഡ് കർവിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്? പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായിട്ട് ഡിമാൻഡിൽ മാറ്റം വരികയാണ്. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെനെവർ ഡിമാൻഡ് ഫോർ ദി ഗിവൺ കമ്മോഡിറ്റി ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് ഓൺ പ്രൈസ്. അപ്പോൾ പ്രൈസിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ഡിമാൻഡിൽ മാറ്റം വരുമ്പോൾ എന്താണ്, അതിനെയാണ് നമ്മൾ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാമല്ലോ. ഡിമാൻഡ് ഫോർ കോള ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് ഓൺ പ്രൈസ്. കോളയുടെ പ്രൈസിൽ മാറ്റം വരുമ്പോൾ കോളയുടെ ഡിമാൻഡിൽ മാറ്റം വരുന്നു. അപ്പോൾ പ്രൈസ് നമുക്കറിയാം, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്ത്? പ്രൈസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായിട്ട് അതിൻ്റെ ഡിമാൻഡിൽ മാറ്റം വരാണെങ്കിൽ ആ ഡിമാൻഡ് കർവ് തന്നെ ഒരു ഒരു അപ്വേർഡ് മൂവ്മെൻറ്റും ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഉണ്ടാകുകയാണ് ചെയ്യണത്. മനസ്സിലായി? ഒരു അപ്വേർഡ് മൂവ്മെൻറ്റും ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഉണ്ടാകും. അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ആ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും ഉണ്ട്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും ഉണ്ട്. അതിൽ തന്നെ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഡിമാൻഡിൽ എക്സ്പാൻഷൻ വരിക? ഡ്യൂ ടു ഫോൾ ഇൻ ദ പ്രൈസ് ആണ്, അല്ലേ? ഡ്യൂ ടു ഫോൾ ഇൻ ദ പ്രൈസ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നമ്മുടെ കർവിൽ നോക്കിയാൽ നമുക്കറിയാം, പി ആണ് ഒറിജിനൽ പ്രൈസ്, അല്ലേ? പി ആണ് ഒറിജിനൽ പ്രൈസ്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? ക്യൂ ആണ്. ഇനി പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ, പ്രൈസ് പിയിൽ നിന്ന് P1 ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ കർവിൽ എങ്ങനെയാണ് വരുന്നത്? കർവ് എയിൽ നിന്ന് ബിയിലേക്കാണ് മാറ്റം വരുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഡൗൺവേർഡ് മൂവ്മെൻ്റ് അല്ലേ? എയിൽ നിന്ന് ബി എന്ന് പറയുമ്പോൾ, എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുമ്പോൾ അത് ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ ഇനി കോൺട്രാക്ഷൻ ഡിമാൻഡ് ഉണ്ട്. കോൺട്രാക്ഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഡിമാൻഡ് കുറയണം. ഡിമാൻഡ് കുറയാന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? പ്രൈസ് കൂടുമ്പോഴാണ് ഡിമാൻഡ് കുറയുക. അപ്പോൾ നമ്മുടെ ഒറിജിനൽ പ്രൈസ് നമ്മുടെ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം, നമ്മുടെ ഒറിജിനൽ പ്രൈസ് ഏതാണ്? P ആണ്. പിയിൽ നിന്ന് P2 ആയിട്ട് പ്രൈസ് റൈസ് ചെയ്യാണ്. മനസ്സിലായോ? പിയിൽ നിന്ന് P2 ആയിട്ട് പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എത്രയായിട്ട് കുറയണോ? Q2 ആയിട്ട് കുറയാണ്. വളരെ കുറവാണ് ഡിമാൻഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡിമാൻഡ് കർവ് ഉള്ളൂ ഇവിടെ. മനസ്സിലായി? ഒരു ഡിമാൻഡ് കർവ് ഉള്ളു. ആ ഡിമാൻഡ് കർവ് തന്നെയുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ കോൺട്രാക്ഷൻ ഡിമാൻഡ് കുറഞ്ഞപ്പോൾ നമ്മുടെ ഒറിജിനൽ പോയിന്റ് ഏതാണ്? എ അല്ലേ? എയിൽ നിന്ന് സിയിലേക്കാണ് മാറുന്നത്. കണ്ടോ? A to C ആയി. അപ്പോൾ അപ്വേർഡ് മൂവ്മെൻ്റ് ആയി. മനസ്സിലായെന്ന് വിചാരിക്കണോ? അല്ലേ? അപ്പോൾ അപ്വേർഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? കോൺട്രാക്ഷൻ ഡിമാൻഡ്. മനസ്സിലായി? A to C അതാണ് സൂചിപ്പിക്കുന്നത്. പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയുമ്പോഴാണ് ഡിമാൻഡ് കർവ് അപ്വേർഡായിട്ട് മൂവ് ചെയ്യണത്. ഇനി എക്സ്പാൻഷൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടാണ്. അപ്പോൾ ഡിമാൻഡ് കർവ് തന്നെ അത് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നു. എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിമാൻഡ് കർവിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ചേഞ്ച് ഓർ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. എന്താണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് വരുന്നത് പ്രൈസ് ഒഴിച്ച് മറ്റുള്ള ഫാക്ടേഴ്സിൽ മാറ്റം വരുമ്പോഴാണ്. ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ ഇറ്റ്സ് ഓൺ പ്രൈസ്. പ്രൈസ് ഒഴികെ മറ്റു ഘടകങ്ങളിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡിൽ വരുന്ന മാറ്റം, അതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. വെനെവർ ഡിമാൻഡ് ഫോർ ദി ഗിവൺ കമ്മോഡിറ്റി ചേഞ്ചസ് ഡ്യൂ ടു ദ ഫാക്ടേഴ്സ് അതർ ദാൻ ഇറ്റ്സ് ഓൺ പ്രൈസ്. പ്രൈസ് ഒഴികെ, ആ കമ്മോഡിറ്റി പ്രൈസ് ഒഴികെ മറ്റു ഘടകങ്ങളിൽ മാറ്റം വരുന്നതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിൽ മാറ്റം വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് എന്ത്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാകും. ആദ്യത്തെ നമ്മൾ പറഞ്ഞെന്താ? ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് വരുന്നില്ല. ആ സെയിം ഡിമാൻഡ് കർവ് തന്നെ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻ്റാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? അതർ ഫാക്ടേഴ്സിൽ ചേഞ്ചസ് വരും. നമുക്കറിയാലോ, ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതർ പ്രൈസ് ഒഴികെയുള്ള മറ്റു ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇൻകം ഉണ്ട്, പ്രൈസസ് റിലേറ്റഡ് ഗുഡ്സ് ഉണ്ട്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്, അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ ദർ ആർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്. അപ്പോൾ അതർ ഫാക്ടേഴ്സിലുണ്ടാകുന്ന
ചേഞ്ചസിൻ്റെ ഫലമായിട്ട് മാറ്റം വരുന്നതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിൽ മാറ്റം വരിക എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് ഒന്നുകിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അവിടെ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കോളയുടെ ഡിമാൻഡിൽ മാറ്റം വരുന്നത് എപ്പോഴാണ്? പെപ്സിയുടെ പ്രൈസിൽ മാറ്റം വരുമ്പോൾ കോളയുടെ ഡിമാൻഡിൽ മാറ്റം വരുന്നു. പ്രൈസിലുണ്ടാകുന്ന മാറ്റമായിരിക്കാം, ഇൻകത്തിലുണ്ടാകുന്ന മാറ്റമായിരിക്കാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിലുണ്ടാകുന്ന മാറ്റമായിരിക്കാം. അപ്പോൾ കോളയുടെ ഡിമാൻഡിൽ മാറ്റം വരുന്നത് അതർ ഫാക്ടേഴ്സിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് എന്താണ്? ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. അപ്പോൾ എന്താണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഒറിജിനൽ ഡിമാൻഡ് കർവ് ഏതാണ്? ഡി ആണ് അല്ലേ? ഒറിജിനൽ ഡിമാൻഡ് കർവ് ഡി ആണ്. അപ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരുന്നത് എപ്പോഴാണ്? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡി എന്നുള്ളത് D2 ആയിട്ട് മാറും. കണ്ടോ? ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. എപ്പോഴാണ്? ഡിമാൻഡ് കുറയുമ്പോൾ ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഡിമാൻഡ് കൂടുമ്പോൾ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കണോ? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ എന്താണ്? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്ന് പറയാം നമുക്ക്. മനസ്സിലായോ? അപ്പോൾ ഓർത്ത് വയ്ക്കാം, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഒഴികെ അതർ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ട് ഡിമാൻഡ് കർവ് ഒന്നുകിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതർ ഫാക്ടേഴ്സിൽ ചേഞ്ചസ് വരുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഡിയിൽ നിന്ന് D1 ആയിട്ട് മാറും. ഇനി ഡിമാൻഡ് അതർ ഫാക്ടേഴ്സിൻ്റെ ചേഞ്ചസിൻ്റെ ഫലമായിട്ട് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഡിമാൻഡ് കർവ് ഡിയിൽ നിന്ന് D2 ആയിട്ട് മാറും. ഇനി നമുക്കറിയാം, ഈ ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാകാനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഷിഫ്റ്റ് ഉണ്ടാകാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രൈസസ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്, പ്രൈസസ് ഓഫ് ദി കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉണ്ട്, പിന്നെ ചേഞ്ചസ് ഇൻ ദ മണി ഇൻകം ഉണ്ട്, ചേഞ്ചസ് ഇൻ ദ പോപ്പുലേഷൻ ഉണ്ട്, ചേഞ്ചസ് ഇൻ ദ പീപ്പിൾസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് കാരണമായ ഘടകങ്ങളാണ്. മനസ്സിലായെന്ന് വിചാരിക്കണം.